നമസ്കാരം. സർ, ഈ ഡോക്ടർ രാഷ്ട്രീയക്കാരൻ കോമ്പിനേഷൻ വലിയ അപകടം പിടിച്ച ഒരു കോമ്പിനേഷൻ അല്ലേ? അതെങ്ങനെയാണത്? എനിക്ക് തിരിച്ചാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് പ്രാക്ടീസ് തുടങ്ങുമ്പോഴും ഈ രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഒരുപാട് ഉൾക്കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മളെ ഒരു സാധാരണ മെഡിക്കൽസിനെ പോകുന്ന വിദ്യാർത്ഥി ക്ലാസ്സിലും വീട്ടിലുമായിട്ട് ഉപയോഗിച്ചതാണ്. പക്ഷേ ഞാൻ രാഷ്ട്രീയമുള്ളതുകൊണ്ട് തീരെ ദരിദ്രരായ കുട്ടികളുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. ഈ മനുഷ്യരുടെ ദൈന്യതകൾ ആ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്ന്. പിന്നെ മെഡിക്കൽ പഠനം ഉണ്ടായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ രീതി ഉള്ളതുകൊണ്ടും നമ്മുടെ ഈ പലപ്പോഴും ഏറ്റവും കൂടുതൽ മനുഷ്യർ ബുദ്ധിമുട്ടുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. ഇപ്പോൾ എന്നോട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്കറിയാം, എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് ഒരു ആശുപത്രിയിൽ സീരിയസ് ആയ ഒരാൾക്ക് ബെഡ് തൊട്ട് ഓപ്പറേഷൻ്റെ ചാർജ് കുറച്ച് പിടിപ്പിക്കുന്ന തൊട്ട് അടുത്ത കാലത്ത് പറഞ്ഞ ഒരു ഹൃദയം വേണ്ടി വന്നു, ഒരു 23-കാരന് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്, സംഘടിപ്പിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ആദ്യമായിട്ട് ഇത് പുറത്ത് പറയുന്നത് പോലെ ഇപ്പോൾ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ രാഷ്ട്രീയത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് പണം കൊടുക്കാൻ പറ്റും, പക്ഷേ മെഡിക്കൽ സർവീസ് കൊടുക്കാൻ പറ്റും. ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ രോഗാരോഗ്യ സേവനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഞാൻ മനുഷ്യർ ജീവിക്കാൻ ഭയമുള്ള, പുറത്തുള്ളവർക്ക് ജീവിക്കാൻ ഭയമുള്ള രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ തിമോറിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ പ്രസിഡൻറ്റിനെ റബൽ വെടിവെച്ചു. ഞങ്ങളെല്ലാം പിന്നെ UN വണ്ടിക്കകത്ത് അല്ലെങ്കിലും പോകുന്നു, ആ വണ്ടിക്കകത്ത് തന്നെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ടിരിക്കേണ്ടി വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ ഞാൻ പതുക്കെ എൻ്റെ സൈക്കിളെടുത്ത് അവിടെ ചായക്കടയിട്ടിരുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, സുകുമാരൻ നായർ റെസ്റ്റോറൻറ്റിൽ പോകും. അപ്പോൾ അവിടെ ഒരു മലയാളി പള്ളിയിൽ വെച്ചുണ്ടായിരുന്നു ഫാദർ പീറ്റർ പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു അതിശയമുണ്ട്, UN ഭയന്നിരിക്കുകയാണ്, നിങ്ങളിങ്ങനെ കൂളായിട്ട് സൈക്കിളിൽ വരുന്നു, നിങ്ങളോടുള്ള എല്ലാം ബുള്ളറ്റ് പ്രൂഫ് ഇട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, അപ്പോൾ അവിടത്തേക്കാൾ സേഫാണ് ഇവിടെ. ഈ ആക്രമണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ പ്രിഡിക്റ്റബിളാണ്. ഞാൻ പറഞ്ഞതാണ്, ഫാദറിന് എന്നോടും പറയുകയാണ്. അപ്പോൾ അവിടെ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ച ഒറ്റ കാരണം കൊണ്ട്, നല്ല കാര്യമായിട്ട് പറയുന്നില്ല, പക്ഷേ ഏത് നിമിഷം ആക്രമണം വരാവുന്ന ഒരു കോളേജ് പഠിച്ചുകൊണ്ട് കുറച്ചുകൂടെ പ്രെഡിക്റ്റബിളായിട്ടുള്ള ആക്രമണം വരുന്നത് തിമോർ പോലെ ആഭ്യന്തരത്തിൽ നടന്ന രാജ്യത്ത് നമ്മുടെ സമയത്തോടെ ജീവിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നതൊരു വ്യക്തിപരമായിട്ട് എനിക്കും ജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ സേവനങ്ങൾ വഴി കുറച്ച് മനുഷ്യർ സഹായിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത്തിരി ഒരു ധൈര്യശാലിയായ താങ്കൾ ചില തുറന്ന പറച്ചിലുകളുമായി നമ്മുടെ മെഡിക്കൽ കോളേജിലെ തൊട്ടടുത്ത മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് പറയുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി ഞാൻ ഇടതുപക്ഷമായി ചേർത്ത് പോകുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ വേണ്ട രീതി താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പിന്തുണച്ച് കാട്ടില്ല. ഞാൻ ഈ ചില ആരോഗ്യ വിഷയത്തിൽ പറയുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ രാഷ്ട്രീയമാണെന്ന് പറയും, എൻ്റെ പേരിൽ രാഷ്ട്രീയം ആരോപിക്കും. അപ്പോൾ അതൊരു ആ വിഷയത്തിന് ഡൈല്യൂട്ട് ചെയ്ത് കളയും. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, അപ്പോൾ എനിക്ക് വിഷയങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം ഇതുവരെ വിശ്വസിക്കുക, ആര്യസൂട് ചോദിച്ചാൽ ഞാനിത് അയാളൊരു ഫോൺ പോലും ചെയ്തിട്ടില്ല. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അയാളുമായിട്ട് രാഷ്ട്രീയമായിട്ട് ആ വിഷയം അയാൾ സ്വതന്ത്രമായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചു. അയാൾ CPM തന്നെ നിൽക്കട്ടെ, തിരിച്ചു പോയിക്കോട്ടെ, എനിക്ക് വിഷയമില്ല. എനിക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ അന്വേഷിക്കാം. കാരണം കോൺഗ്രസിൻ്റെ ആരോഗ്യ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തത് ഞാനാണ്. ഞാൻ ഹാരിസിനെ വിളിച്ചിട്ടില്ല, കാരണം ആ മെറിറ്റ് നോക്കിയിട്ടാണ്. അപ്പം ഞാൻ ഹാരിസിനോട് സംസാരിച്ചെന്നോ അല്ലെങ്കിൽ വരികയാണെങ്കിൽ അയാളെ കുത്തിത്തിരിക്കുക എന്ന് പറയും. ഞാൻ എത്രയോ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, ഒരുപാട് വർഷങ്ങൾ പറഞ്ഞ വിഷയം അയാളുടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അയാൾ പരിഹരിക്കാൻ അയാൾക്ക് പറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് എനിക്ക് അയാളിൽ വളരെ റെസ്പെക്റ്റാണ് അയാളോട്. രാഷ്ട്രീയ അപകടങ്ങളൊന്നും ആലോചിക്കാതെ അയാൾ ചെയ്തു പോയെങ്കിലും പക്ഷേ അതിനകത്ത് അയാൾ ഉറച്ചു നിന്നതിപ്പോൾ ഞാനും അയാളും പറഞ്ഞത് രണ്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ഒരേ വിഷയമാണ്. ഇപ്പോൾ ഒരാൾക്ക് അസുഖം വരുമ്പോൾ CPM രോഗമോ കോൺഗ്രസ് രോഗമോ അല്ലെങ്കിൽ BJP രോഗമാണോ കോൺഗ്രസ് രോഗമാണോ, മനുഷ്യരാണ്. അവരുടെ വിഷയങ്ങൾ മനുഷ്യ ഇടപെടൽ വരണം. അപ്പോൾ ഭരിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ട് ആ പ്രശ്നം, പല പാർട്ടികൾക്കും ഉണ്ടാകും. ഭരിക്കുമ്പോൾ നമ്മുടെ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ രാഷ്ട്രീയ ശത്രു, രാജ്യത്തിൻ്റെ ശത്രു, സംസ്ഥാന ശത്രു, അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ ഇടപെടും. പക്ഷേ എൻ്റെ സ്വന്തമായ ഇടപെടലുകൾ ഞാൻ നടത്തിയിരുന്നു ഒരുപാട്. ഡോക്ടറെ, ഡോക്ടർ വളരെ ചെറുപ്പകാലം മുതൽ KS-ലൂടെ, അതായത് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൽ KS-ലോട് വന്ന 2-3 കോളേജിൻ്റെ ചെയർമാനായിരുന്നു. അതിനുശേഷം ഇപ്പം എന്താ പറയുന്നത്, ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഹെൽത്ത് ഡിവിഷൻ്റെ നാഷണൽ പ്രസിഡൻ്റായിട്ട് നിൽക്കുകയാണ്. ഡോക്ടർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പിന്നീട് ഡോക്ടർ ഒരു ആരോഗ്യ മുഖ്യമന്ത്രിയാവുമെന്നൊക്കെയുള്ള ജനങ്ങൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിനെന്തെങ്കിലും ഡോക്ടർക്ക് എന്തെങ്കിലും അറിവുണ്ടോ? അതിനെപ്പറ്റി പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒഫീഷ്യലായിട്ട് കൺഫർമേഷനോ അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു പ്രിപ്പറേറ്ററി അങ്ങനെ എന്തെങ്കിലും ഒരു സമിതി ഉണ്ടോ അതിനകത്ത്? ആദ്യം ചോദിച്ച രണ്ട് കാര്യം സത്യമാണ്. ഞാൻ 2 കോളേജിൽ ചെയർമാനായിരുന്നു. പിന്നെ ഈ നമ്മുടെ ഓൾ ഇന്ത്യ പ്രൊഫഷണൽസ് കോൺഗ്രസിൻ്റെ ഹെൽത്ത് ഹെഡ് ചെയ്ത് ഞാനാണ്. അത് രണ്ടും നടന്നു കഴിഞ്ഞ കാര്യമാണ്. മറ്റു കാര്യങ്ങൾ നടക്കാനുള്ളതാണ്. അപ്പം ഞാൻ ശരിക്കും ബെന്നി പറഞ്ഞു തന്നെയാണ്, ഞാൻ 15 വയസ്സിൽ KSUവിലൂടെ കോൺഗ്രസ്സിൽ വന്നതാണ്. പാർട്ടിയാണ് എനിക്ക് ഏറ്റവും പ്രധാനം. എൻ്റെ ഊഹങ്ങളെന്ന് ഞാൻ പറയുകയില്ല.
ചിലപ്പോൾ ചില വിഷമഘട്ടങ്ങൾ വന്നപ്പോലും ഞാൻ അതിനകത്ത് പാർട്ടിയുടെ നിലപാടാണ് നോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയായതും ഞാൻ ചോദിച്ചിട്ടില്ല, പാർട്ടി തീരുമാനിച്ചാണ്. എനിക്ക് ആദ്യം അതിശയം തോന്നി. ഞാൻ നാട്ടിൽ അവൈലബിൾ ആയിരുന്നു, ചില സൂചനകൾ കിട്ടിയിരുന്നു രാഷ്ട്രീയത്തിൽ കൂടുതൽ ആക്റ്റീവാണ്, പക്ഷേ അസംബ്ലി സ്ഥാനാർത്ഥിയാവുമെന്ന് എനിക്കറിയില്ല, ചോദിച്ചു വാങ്ങിച്ചതല്ല. അപ്പോൾ പാർട്ടി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും അപ്പോൾ അത് നമുക്ക് ഗുണകരമാണെങ്കിലും ദോഷകരമാണെങ്കിലും പാർട്ടി പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ സംഭാഷണം ഉണ്ടോ എനിക്കറിയാം, അത് സ്വാഭാവികമായിട്ട് ഹെൽത്തിൽ കൂടുതൽ ഇടപെടുന്നതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം KPC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു, ഇങ്ങനെ ഇദ്ദേഹം ജയിക്കുകയാണ്, UDF ഒരു ഡോക്ടർ ആയിരിക്കും ആരോഗ്യമന്ത്രി പറഞ്ഞു, വലിയ പത്രവാർത്തയായി. അദ്ദേഹത്തെ കുറച്ച് ട്രോൾ ചെയ്തു, നിങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടില്ല, ആരോഗ്യമന്ത്രി തീരുമാനിച്ചു എന്നൊക്കെ. രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ വരാം, പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി പറയുന്നതാണ്, പാർട്ടിയാണ് പ്രധാനം. കഴിഞ്ഞ പ്രാവശ്യം സൂചന കിട്ടിയിരുന്നു പറഞ്ഞു. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സൂചനകൾ എന്തെങ്കിലും കിട്ടുമോ, പുറത്തു വരുമോ എന്തെങ്കിലും? സ്വാഭാവികമായിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മത്സരിച്ച് തോറ്റാലും ജയിച്ചാൽ ആ മണ്ഡലത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, മറ്റു സ്ഥാനാർത്ഥി വരുന്നത് വരെ. അപ്പം ഞാൻ കഴക്കൂട്ടത്തെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയമായിട്ടും പിന്നെ മാനുഷിക പരിഗണന വെച്ച് സൗഹൃദങ്ങളുടെ വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് ആരോഗ്യ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സ്വാധീനവും ആ ഒരു അവിടുത്തെ ഒരു പ്രസൻസും എനിക്കുണ്ട്. ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സാറിനോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മണ്ഡലം എടുത്തോളം പറഞ്ഞാൽ സാർ ഏത് മണ്ഡലം ചൂസ് ചെയ്യും? അത് ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരനാകുമ്പോൾ 140 മണ്ഡലം ഇഷ്ടപ്പെടണം, പാർട്ടിയുടെ ചോയ്സാണ്. ഞാൻ കഴക്കൂട്ടം നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പലരും പറയില്ല, അല്ലെങ്കിൽ വേറെ സീറ്റ് ചോദിക്കുക, കുറച്ച് ജയസാധ്യതയുള്ള സീറ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയാൽ പാർട്ടി എന്തിനാണ് ആ സീറ്റ് എനിക്ക് തന്നത്? ഒരു പക്ഷേ അവിടെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ആ കോൺസ്റ്റിറ്റ്യൂൻസിലാണ് ജീവിക്കുന്നത്, പിന്നെ എൻ്റെ പ്രസൻസ് മെഡിക്കൽ കോളേജിൽ പഠിച്ച എല്ലാം അവിടെയാണ്. അപ്പോൾ ഞാൻ നന്നായി ജയിക്കുമെന്നൊരു പാർട്ടിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതാണ് ഏറ്റെടുത്തത്. ഓണസ്റ്റ്ലി അത് തന്നെയാണ്. എന്നോട് KPC പ്രസിഡൻറ്റും ചോദിച്ചായിരുന്നു, ഡോക്ടർ ജയിച്ചു വരണം, മണ്ഡലം വല്ലതും മാറ്റിത്തന്നെ. നമ്മുടെ പാർട്ടിയുടെ തീരുമാനം അങ്ങനെയാണ് അവസാനം പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പറയുന്ന കള്ളമല്ല എന്നറിയാൻ പറ്റും. ജോസഫ് മുമ്പശ്ശേരി ഭാഷ കൂടുതൽ ശിവൻകുട്ടി വരെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു. എന്തോ ആയിക്കോട്ടെ, അത് പൂർണ്ണമായി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ അല്ലാത്തവരും ഉണ്ടായിട്ടുണ്ടാവും. ആരോഗ്യരംഗത്തെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ് ആരോഗ്യരംഗം കൃത്യമായി പരിപാലിക്കാൻ കേപ്പബിൾ ആണോ എന്ന അഭിപ്രായം താങ്കൾ? രണ്ടായിട്ട് ഞാൻ കാണാം. ശ്രീമതി വീണ ജോർജ് കേപ്പബിളായിട്ടൊരു സ്ത്രീയാണ്. അവർ ജനാധിപത്യ സംവിധാനത്തോടെ MLA ആയി, മന്ത്രിയായി, ചില തർക്കങ്ങളും വിഷയങ്ങളൊക്കെ പറയുമെങ്കിലും, പക്ഷേ ഞാൻ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഏത് പാർട്ടിയായാലും സ്ത്രീകൾ പൊതുരംഗത്ത് വരണം. പക്ഷേ അവർക്ക് ആരോഗ്യവകുപ്പ് കൊടുത്തത് അതിനകത്ത് ചെറിയ പിശക് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അവരുടെ കുഴപ്പമായിട്ടും ഞാൻ കാണുന്നില്ല, കാരണം ആരോഗ്യവകുപ്പ് ഭരിക്കുന്നത് പാർട്ടി തന്നെയാണ്. ഇപ്പോൾ പാർട്ടി ഞാൻ മനസ്സിലാക്കുന്ന പാർട്ടിയിൽ മാഡത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ആൾ മാഡത്തിനേക്കാൾ പാർട്ടിയിൽ സീനിയറാണ്. അപ്പോൾ ഇപ്പോൾ ശ്രീമതി ടീച്ചറോ ശൈല ടീച്ചറോ ഒക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാമായിരുന്നു, അവരുടെ പാർട്ടി സീനിയോറിറ്റി വെച്ച്. ഞങ്ങൾ പലപ്പോഴും എൻ്റെ അടുത്ത്, എനിക്ക് ശരിയാണെന്ന് അറിയില്ല, പല പ്രൊഫസർമാരും പറഞ്ഞു ഇങ്ങനെ മന്ത്രിയെ കാണും, മന്ത്രി പറയും പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ പറയും. തിരിച്ചാണ് സാധാരണ പറ്റുന്നത്. പ്രൈവറ്റ് സെക്രട്ടറി നമ്മൾ കാണുമ്പോൾ പറയും മന്ത്രിയെ കണ്ട് കണ്ടേക്കാൻ പറയും. അപ്പോൾ തീരുമാനം എവിടെയാണോ അവരുടെ കയ്യിലാണോ എന്ന് കാര്യത്തിൽ സംശയമുണ്ട്. അവർ കേപ്പബിലിറ്റി വെച്ച് ചിലപ്പോൾ വേറൊരു വകുപ്പ് എല്ലാം കൊടുത്ത് ചിലപ്പോൾ അവർ നന്നായി ശോഭിച്ചില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ആരോഗ്യവകുപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വകുപ്പാണ്. ഞാൻ 43 വർഷമാണ് മെഡിക്കൽ കോളേജ് ചേർന്നിട്ട്. വിദ്യാഭ്യാസ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ 41 വർഷം. പിന്നെ അച്ഛനും അമ്മയും ആരോഗ്യ പ്രവർത്തകരായിരുന്നു, സജീവ ആരോഗ്യ പ്രവർത്തകർ. അപ്പോൾ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. എന്നിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാത്ത പല ഡൈനാമിക്സ് ആരോഗ്യവകുപ്പിലുണ്ട്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞാൽ. 50,000-ൽ പരം സ്റ്റാഫ് മറ്റുണ്ട്. പിന്നെ അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, ഇവരെല്ലാം ചേർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആണ്. പിന്നെ ഒരു നാട്ടിലൊരു പാലം ഇല്ലാത്തൊരു സ്ഥലം, കടത്തിലേ പോകാൻ പറ്റുള്ളൂ. പാലം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ 50 വർഷത്തേക്ക് ഒരു തിരിഞ്ഞ് നോക്കണ്ട, ആ പ്രശ്നം പരിഹരിച്ചു. ആരോഗ്യവകുപ്പ് അങ്ങനെയല്ല, അനുദിനം മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയില്ല, ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തെ ചിലപ്പോൾ ഒരു പുതിയ വൈറസിനെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അനുദിനം മാറുകയാണ് നമ്മൾ. അപ്പോൾ ഒരിക്കലും ആരോഗ്യരംഗത്തെ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. പരിഹരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ആരും പ്രതീക്ഷിച്ചല്ലോ, കോവിഡ് വന്നു, അമേരിക്ക പോലും തകർന്നു പോയില്ലേ, അവർക്ക് ടെൻ്റടിച്ച രോഗികളെ കടത്തേണ്ടി വന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ രോഗങ്ങൾ മാറുകയാണ്. അപ്പോൾ അത്തരം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യവകുപ്പ് വളരെ സജീവമായിരിക്കുകയും ആരോഗ്യവകുപ്പാണ് പ്രവർത്തിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ചില മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇതൊരു ഒൺമാൻ ഷോയ്ക്കുള്ള വേദിയായിട്ട് മാറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു ആരോഗ്യ പ്രവർത്തകർ, ഞാൻ പറയേ, നമ്മുടെ യുദ്ധം ജയിക്കുന്നത് കേണൽ പോയി ഫ്രണ്ടിൽ നിന്ന് വെടികൊള്ളുകയല്ല, പട്ടാളക്കാരനാണ്. അവനാണ് യുദ്ധം ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്ന്. ആ പട്ടാളക്കാരനാണ് ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ. ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. അത് ഇത്തിരി ദുർബലമായിട്ടുണ്ട്, ചിലർക്ക് നിശ്ചലമായി പോയിട്ടുണ്ട്.
അതെന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹെഡ് മാസ്റ്റർ എല്ലാ ക്ലാസ്സും പോയിട്ട് നോക്കാം. അപ്പോൾ പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കില്ല. അപ്പോൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുക എന്നുള്ള ഹെഡ് മാസ്റ്റർ ഉത്തരവാദിത്വം. നല്ല ഹെഡ് മാസ്റ്റർ ഒരു ക്ലാസ് കൊടുക്കില്ല. ഇപ്പോൾ ഇവിടെ മന്ത്രി മിന്നൽ പരിശോധന നടത്തുന്നത് വളരെ പ്രാകൃതമാണ്. ഞാൻ WHO 25-26 കൊല്ലം മുമ്പ് ചേരുമ്പോൾ ഞങ്ങളുടെ പറഞ്ഞത് പരിശോധന നടത്താം, മിന്നൽ പരിശോധന നടത്തിയ ജോലി പോകുമെന്ന് വളരെ പ്രാകൃത രീതിയാണ്. അറിയിച്ചിട്ടാണ് പോകേണ്ടത്. പ്രശ്നമുള്ള കണ്ടുപിടിക്കാൻ പറ്റും. മിന്നൽ പരിശോധന ആരെ വീട്ടിൽ നടത്തിയാലും ആരെ ഓഫീസ് നടത്തിയാലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിലൊക്കെയാണ് ഇപ്പോൾ പഴയ കാലത്താണ് ഈ മന്ത്രി പോലും നിൽക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടു 40-50% ആരോഗ്യവകുപ്പിൻ്റെ സമയം ചെലവഴിക്കുന്നത്, റിസോഴ്സ് ചെലവഴിക്കുന്നത് ട്രാൻസ്ഫറും പോസ്റ്റിങ്ങും നടത്താൻ. പുതിയതും പഴയതുമായ രോഗങ്ങൾ നമ്മളെ തുറിച്ചു പോയിക്കൊണ്ടിരിക്കുക, നമ്മുടെ മുന്നിൽ മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ ഏൽപ്പിക്കണം, സെക്രട്ടറി ഏൽപ്പിക്കണം. എൻ്റെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ മുഴുവൻ ജനങ്ങളുടെ ആരോഗ്യത്തിനാണ്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറയാറുണ്ട്, ഞാൻ ഡോക്ടറായത് എൻ്റെ സമ്പാദ്യമല്ല, ഇവിടെ രാവിലത്തെ രോഗികളുള്ളതുകൊണ്ടാണ്. രോഗമില്ലാത്ത നാട്ടിൽ ഡോക്ടർ വാല്യൂ ഇല്ല. അപ്പോൾ രോഗികളുടെയാണ് ആശുപത്രി, രോഗികൾക്ക് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ്. ഇത് തെറ്റിദ്ധരിച്ചു പോകും. മന്ത്രിക്ക് ഒന്ന് മന്ത്രിയുടെ വകുപ്പാണെന്ന്, ഹെൽത്ത് സെക്രട്ടറി ഒന്നും അദ്ദേഹത്തിൻ്റെ ആണ്. ആശുപത്രി ഇരിക്കുന്ന ജീവനൊക്കെ ചില ആശുപത്രി ഡോക്ടർമാർക്കും തോന്നുന്നത് അവരുടെ സാധനമാണ്, മറ്റുള്ളവർ ഇത് അന്യനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മോശം ബിഹേവിയർ അപൂർവമായിട്ടൊക്കെ ചിലടത്തുണ്ടാകുന്നത്. ഇത് നാട്ടുകാരുടെ ടാക്സിന് കൊടുത്ത സാധനമാണ്. ഞാൻ വാങ്ങിക്കുന്ന ഡോക്ടർ ഗവൺമെൻറ് ഡോക്ടറായിട്ട് ടാക്സ് ശമ്പളം വാങ്ങുന്നതിൽ നാട്ടുകാരൻ്റെ നികുതിയാണ്. ഞാൻ 700 രൂപയ്ക്ക് ഒരു വർഷം ഫീസ് അടച്ചു, 600-700 രൂപ ഒരു വർഷം. അത്ര സബ്സിഡൈസ്ഡ് ആയിരുന്നു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പഠിച്ചപ്പോൾ. ഇത് നാട്ടുകാരുടെ ടാക്സാണ്. അതിനകത്ത് പറയാൻ ഒരു നാണക്കേട് ആവശ്യമില്ല. അത് ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ അവർക്ക് ആ വിഷയം അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നാട്ടുകാരെ ടാക്സിൽ പഠിച്ചിട്ട് അപ്പോൾ നാട്ടുകാരുടെയാണ് ആശുപത്രി, ഡോക്ടറിൻ്റെ മന്ത്രിയുടെ ഹെൽത്ത് സെക്രട്ടറിയുടെ അല്ല. അപ്പോൾ സാധാരണക്കാരൻ അവിടെ അവനെ എങ്ങനെ അനുഭവപ്പെടുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ആളെ എങ്ങനെ ബാധിക്കും. ഉദാഹരണം ഇപ്പോൾ ഹാരിസ് എന്താണ് പറഞ്ഞത്, ഒരു പാവപ്പെട്ട മനുഷ്യൻ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അയാൾ ആ ഇൻസ്ട്രുമെൻ്റ് വേണമെന്ന് പറഞ്ഞ് ഇൻറ്റൻറ്റ് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് താഴെയോ അത് സൂപ്രണ്ട് തീരുമാനിക്കുക. ഉപകാരം വന്ന് 2 വർഷം മേൽ ലൈക്കിന് സെക്രട്ടറിയിൽ ഒരുപാട് പേര് കാണണം. അത് വളരെ പ്രാകൃതമായ നിയമമില്ലേ. ഇതൊക്കെയാണ് മന്ത്രി ശ്രദ്ധിക്കേണ്ടത്. മെഡിക്കൽ കോളേജ് തീരുമാനം എടുക്കാവുന്ന ഒരു 5 ലക്ഷം 10 ലക്ഷമായിട്ട് ഉയർത്തണം. ആരെങ്കിലും മോഷ്ടിക്കുകയാണ്, ഇവിടെ ശബരിമല മോഷ്ടിക്കുകയാണ് പിടിച്ചില്ലേ, മോഷ്ടിച്ചാൽ പിടിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു പാവപ്പെട്ട രോഗിക്ക് 2,00,000 പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് ഇതിന് ഉത്തരവ് കിട്ടുള്ളൂ. ഈ രീതിയിൽ ആരോഗ്യരംഗത്തെ പരിഷ്കരിക്കേണ്ടത്, പെട്ടെന്ന് തീരുമാനം എടുക്കണം. മെഡിക്കൽ കോളേജുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൂടെ അത് എന്താണ് ഇൻഡിപെൻഡൻറ്റ് പ്രസ്ഥാനങ്ങളായി മാറ്റണം. എന്തിനാണ് മെഡിക്കൽ കോളേജിൽ ഇരുന്ന് മന്ത്രി ഭരിക്കുന്നത്? മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 19 വയസ്സിലാണ് പ്രിൻസിപ്പലാവുന്നത്. 10 വർഷത്തെ പരിശീലനത്തിന് ശേഷം അവർ തീരുമാനങ്ങൾ എടുക്കട്ടെ, സ്വതന്ത്ര സ്ഥാപനങ്ങളാക്കി മാറ്റി. ഇത്തരം കാര്യങ്ങളാണ് പോളിസി തീരുമാനങ്ങൾ വരേണ്ടത്. ആരോഗ്യരംഗത്ത് 5% ബജറ്റ് കൊടുക്കുന്നത്, ബജറ്റിൻ്റെ 5% വളരെ കുറവാണ് കേരളത്തിൽ. ഇപ്പോഴത് ഇപ്പോൾ 5 ഉള്ളൂ. അതാണ് ഞാൻ പറയുക, അവിടെ മന്ത്രികളിലേക്ക് വരികയാണ്. ഇപ്പോൾ വളരെ സീനിയറായിട്ട് മന്ത്രിയുടെ ധനകാര്യയുടെ ഒന്ന് വരും, എനിക്ക് ശതമാനം കൂട്ടിത്തരാൻ പറയും. ധനകാര്യമന്ത്രിയുടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആരോഗ്യമന്ത്രി വരണം. ഈ കൊടുത്തത് തന്നെ 20% ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം കണക്കെടുപ്പ് തിരിച്ച് ധനകാര്യമന്ത്രി വയ്ക്കണം, തന്ന പൈസ എന്താ ചിലവാക്കാത്തത്. അപ്പോൾ ഈ രീതിയിലാണ് ആരോഗ്യവകുപ്പിനെ കാണേണ്ടത്. ആളുടെ ദേഷ്യമുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യാനും പണ്ട് ശത്രുള്ളവനെ ഓടിയിട്ട് സസ്പെൻഡ് ചെയ്യാനും ഉള്ള ആരോഗ്യവകുപ്പ് ജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ആരോഗ്യമന്ത്രിയുടെ രാഷ്ട്രീയം ജനങ്ങളുടെ ആരോഗ്യമായിരിക്കണം, അല്ല കക്ഷി രാഷ്ട്രീയമായിപ്പോൾ എല്ലാവരുടെ ആരോഗ്യമന്ത്രി ആരായാലും, ഏത് പാർട്ടിക്കാരൻ ആരോഗ്യമന്ത്രി ആയാലും നമുക്ക് ഇലക്ഷന് തലേദിവസം അടി വന്നാലും അവൻ ജനമാണ്, അവൻ്റെ ടാക്സും കൂടെ അതിന് ചേർന്ന് ഞാൻ വിട്ടിരിക്കുന്നത് കസേര, ഡോക്ടറായാലും മന്ത്രിയായാലും. ഇതായിരിക്കുന്ന ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം. സാറേ, ഈ ശാസ്ത്രീയ അടിത്തറയില്ല എന്ന ഒരു ന്യായം മറക്ക് വിട്ട് ഹോമിയോ ആയുർവേദ ചികിത്സാ വിധികളെ നമ്മൾ മാറ്റി നിർത്തുന്നു. പക്ഷേ ശാസ്ത്രീയ അടിത്തറയ്ക്കുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുമില്ല. അപ്പോൾ ഈ MBBS ഡോക്ടർമാരെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒന്നുകിൽ നിങ്ങൾ ആ സ്ഥാപനം നിർത്തണം, ഇല്ലെങ്കിൽ അതിന് ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കണം. പാരമ്പര്യ ചികിത്സാ വിധി ഉൾപ്പെടെ ഉള്ള നാടാണ്. അപ്പോൾ അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഇപ്പോൾ ചികിത്സാശാസ്ത്രങ്ങളിൽ തർക്കങ്ങളുണ്ട്, ശാസ്ത്രീയതായ ശാസ്ത്രം ഇതൊക്കെ നിലനിൽക്കുകയാണ്. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ പലതരം കോഴ്സിൽ വിദ്യാർത്ഥികൾ വരുന്നത് നമുക്ക് തടയാനും പറ്റില്ല. എനിക്കറിയാം മെഡിക്കൽ കോളേജിൽ എൻ്റെ ഒപ്പം കിട്ടാത്ത പല ഹോമിയോക്കാരും പോയവർ അവർക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് എന്നേക്കാൾ മാർക്കുള്ളവരുണ്ട്. ഇപ്പോൾ 3-4 മണിക്കൂർ നേരത്തെ പ്രവേശന പരീക്ഷ കൊണ്ട് ഒരാളുടെ ആറ്റിറ്റ്യൂഡും കഴിവും തീരുമാനിക്കാൻ പറ്റില്ല. പെൺകുട്ടികൾ ചിലപ്പോൾ ഒന്ന് പീരിയഡ്സിൻ്റെ ദിവസം ചിലപ്പോൾ നേരെ വയറുവേദന പരീക്ഷ എഴുതാൻ പറ്റില്ല. അവർ പോകുന്ന നഴ്സിംഗ്, എൻ്റെ കൂടെ പഠിച്ചപ്പോൾ നഴ്സിംഗിന് പഠിച്ച പലരും എന്നേക്കാൾ മാർക്കുള്ളവർ. ആ എൻട്രൻസ് ഒരു ദിവസത്തെ ചിലപ്പോൾ 1-2 മാർക്ക് താഴെ പോയാൽ വേറെ കോഴ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവർ മറ്റ് സിസ്റ്റംസിലുള്ളൊരു മോശക്കാരെന്ന് ഞാൻ പറയും, എന്നേക്കാൾ സമർത്ഥനപ്പുറത്തുമുണ്ട്. ചില ശാസ്ത്രീയ കാര്യത്തിൽ ചില വിഷയങ്ങളുണ്ട്, പക്ഷേ ഇവർ യാഥാർത്ഥ്യമാണ്, ഇവർ തള്ളിക്കളയാൻ പറ്റില്ല. ക്ഷയരോഗ പരിപാടിക്ക് 25 വർഷം ഞാൻ കേരളത്തിൽ തുടങ്ങിയൊരു പദ്ധതി
പിന്നെ ദേശീയ മോഡലായി, അന്തർദേശീയ മോഡലായി. നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്ന് കഴിച്ചാലേ മാറുള്ളൂ. 6 മാസം മരുന്ന് കഴിക്കും, ആൻറ്റിബയോട്ടിക് കഴിക്കണം. മറ്റു ചില സിസ്റ്റത്തിൽ ഇതില്ല. പക്ഷേ ഇന്ത്യയിലെ പോലെ പല രാജ്യങ്ങളിലും പ്രശ്നം പറയും 6 മാസം മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ മറന്നു പോകും. രോഗി 2 മാസം കഴിയുമ്പോൾ ചുമ നിർത്തി അവൻ മരുന്നെടുത്ത് കളയും, അല്ലെങ്കിൽ മറന്നു പോകും. ഇത് റെസിസ്റ്റൻറ്റ് ക്ഷയരോഗമായി മാറും. പിന്നെ വലിയ പാടാണ് ചികിത്സിക്കാൻ. ഇതിനകത്ത് അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ ചിലപ്പോൾ 10 കിലോമീറ്റർ അകലെയായിരിക്കും. പക്ഷെ ഇവൻ്റെ വീടിൻ്റെ നടയിൽ ചിലപ്പോൾ ഹോമിയോ ഡോക്ടറാണ്. ഈ മരുന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മരുന്ന് ഈ ഹോമിയോ ഡോക്ടർമാരുടെയും ആയുർവേദ ഡോക്ടർമാരുടെയും ഞാൻ കേരളത്തിൽ ചെയ്തു അത്. അപ്പോൾ അവർ ആ മരുന്ന് കൊടുക്കുകയാണ്. അവർ മരുന്ന് കൊടുക്കുന്ന കാര്യത്തിൽ അവർ കൃത്യം അപ്പോൾ 1-2 ദിവസം അന്ന് 1-2 ഇപ്പോൾ ഡെയിലി ഈ മരുന്നൊന്നും കഴിച്ചില്ല എന്ന് കണ്ടാൽ ഉടനെ സിസ്റ്റത്തിനെ അറിയിക്കുകയാണ്. ആലോചിച്ചോളും, എംബിബിഎസ്കാരൻ ഡോക്ടർ ചെയ്ത് മരുന്ന് കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്ന ആയുർവേദ ഡോക്ടറോ ഹോമിയോ ഡോക്ടർ ആയിരിക്കും വീടിനടുത്ത്. അതൊരു സേവനമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ മാൻ പവറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. എല്ലാം മനുഷ്യരല്ലേ. ഒരു സയൻസ് പഠിച്ചത് അവൻ്റെ കുറ്റമായിട്ട് നോക്കാൻ പറ്റില്ല. ഗവൺമെൻറ് നടത്തിടത്തോളം കാലം ആൾക്കാരെ പഠിക്കും. പിന്നെ അതിനകത്ത് രാഷ്ട്രീയമൊക്കെയാണ്. പക്ഷേ ആ പഠിച്ച് അവരും കുറേ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. അവനെ ആരോഗ്യ പ്രവർത്തനമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പരാജയം. അല്ല അവർ മാറ്റി നിർത്തുക, അങ്ങനെയല്ല മാറ്റി നിർത്തേണ്ടത്. പിന്നെ ഈ ആയുർവേദം പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അങ്ങ് തള്ളാൻ പറ്റില്ല. കാരണം അത് കൾച്ചറുമായിട്ട് ലിങ്ക്ഡാണ്. ഡോക്ടറെ ഞാൻ ഡോക്ടറെ അടുത്തുള്ള പത്രസമ്മേളനങ്ങളും ഈ പത്രത്തിലുള്ള തങ്ങളുടെ എഴുത്തുകളും അതുപോലെ തന്നെ പല TV ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്തുള്ള അഭിമുഖങ്ങളെല്ലാം ശ്രദ്ധിക്കുകയുണ്ടായി. അതിനകത്ത് താങ്കൾ ഒരു പരിധിവരെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ വ്യവസ്ഥ ഭയങ്കര താറുമാറായി കിടക്കുകയാണ്. അതിൽ ഭയങ്കരമായ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട് എന്നുള്ള പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആരോഗ്യ മേഖലയിൽ വളരെ അഭൂതപൂർവമായ ഒരു പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇല്ലേ എന്നുള്ളത് നിഷേധിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിനകത്ത് ചോദ്യത്തിൽ ശരിയും തെറ്റുമുണ്ട്. ഉത്തരത്തിലും അതനുസരിച്ച് പറയണം. ഇപ്പോൾ കേരള ആരോഗ്യത്തിൽ നമ്പർ 1 ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നേടിയെന്ന് പറയുന്നതിനകത്താണ് മിസ്റ്റേക്ക് വന്നത്. ഇതിന് ആരോഗ്യരംഗത്ത് 1-ാം നമ്പർ ആയതിന് ഒരുപാട് പേർക്ക് കൈയ്യടി കൊടുക്കുന്നത് പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ 1913 ബ്രിട്ടീഷ് രേഖകളിലുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് തിരുവിതാംകൂറിലാണ്. അന്ന് മന്ത്രിസഭകളെ വന്നിട്ടില്ല, ഇതിനകത്ത് കേരളം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് ചില കിട്ടിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 40 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നത് അതുവഴിയാണ് നമുക്ക് കുടിക്കാനും കുളിക്കാനും കൃഷിക്കും വെള്ളം കിട്ടുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 41 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നതെങ്കിൽ സർക്കാർ ഉത്തരവിനനുസരിച്ചല്ല. രാജാഭരണകാലം തൊട്ട് തന്നെ പൊതുജനാരോഗ്യത്തിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മിഷണറികൾ ഒരുപാട് നമുക്ക് ആരോഗ്യത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ ഗവൺമെൻറ്റുകളും ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റുകാരനാണ് 1-ാം നമ്പരത്തേന്ന് പറഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ് റാങ്ക് കിട്ടി. അപ്പോൾ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ കണ്ട ഞാൻ ക്ലാസ് ടീച്ചറപ്പോൾ റാങ്ക് കിട്ടി. അതുപോലത്തെ സമാനമാണ്. അവരും കോൺട്രിബ്യൂട്ട് ഉണ്ട്. പക്ഷേ അവനോട് LKG തൊട്ട് പഠിപ്പിച്ച ടീച്ചേഴ്സ്, രക്ഷകർത്താക്കൾ, കൂടെ പഠിച്ചവർ എല്ലാവരും ചേർന്നിട്ട് ഒരാളെ 10ാം ക്ലാസ്സിൽ എത്തിച്ച് റാങ്കുകാരനാക്കുന്നത്. അവിടെയാണ് ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നത്. ഇത് കൂടാതെ പ്രശ്നമുള്ള മേഖലകളുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് കേരള നമ്പർ 1 എന്ന് പറയുന്നത്? ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, ആയുസ്, ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ നേട്ടം 1-ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. അപ്പോൾ അത് കണ്ടുപഠിക്കാൻ ബീഹാറായാലും മധ്യപ്രദേശിലും പറയാം. പക്ഷെ റോഡ് അപകടത്തിൽ നമ്മൾ മാതൃകയല്ല, മാനസിക രോഗത്തിൽ മാതൃകയല്ല, ആത്മഹത്യ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. ഇതൊക്കെ കേരളത്തെ കണ്ടുപിടിക്കാൻ പറയാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ കുട്ടി സ്കൂളിൽ ഏറ്റവും നല്ല സ്റ്റുഡൻ്റാണ്. അവൻ സ്പോർട്സ്, പാട്ട്, പഠിത്തം എല്ലാം ഉണ്ട്. അവൻ്റെ അച്ഛൻ പറയുകയാണ് അവൻ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് എല്ലാം അവനാ ഫസ്റ്റ്. അത് കള്ളമാണ്. ചിലപ്പോൾ ഹിന്ദിക്ക് തോൽക്കുന്നിടത്ത് മാർക്ക് വന്നു. എനിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് വലിയ മാർക്കുള്ളപ്പോൾ എനിക്ക് മാത്സിന് മാർക്ക് കുറയുമായിരുന്നു. പക്ഷെ ഓവറോൾ ക്ലാസ് റാങ്ക് കിട്ടും. ഇതാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടി ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻ്റെ ഉയർച്ച നമ്മൾ പലരോടും പറയണം. പക്ഷെ അവൻ്റെ പരാജയം പരിഹരിക്കണം. ഇത് അവനാ ഹിന്ദിക്കും പ്രശ്നം എന്ന് പറയാൻ അവൻ പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ഇവിടെയാണ് നമ്മൾ കറക്റ്റായി ശ്രമിക്കുന്നത്. അത് എക്കാലത്ത് അതേ പോലെ നേരത്തെ പാലത്തിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. ആരോഗ്യരംഗം ഒരിക്കലും ആർക്കും പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, ലോകത്ത് ഒരു ആരോഗ്യരംഗവും ഇല്ല ദി ബെസ്റ്റ് എന്ന് പറയാൻ. ഞാൻ സ്വിറ്റ്സർലൻഡ് ജീവിച്ചിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങളുണ്ട്. അവിടെ ദരിദ്രരെ ചികിത്സയില്ല. പാവപ്പെട്ട ശ്രീലങ്കൻ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കഷ്ടപ്പെടുകയാണ് ഈ അസൈലം തേടി വന്നവർ. അമേരിക്കയിൽ റോഡിൽ കിടന്ന് മരിക്കുന്നുണ്ട്, തണുപ്പത്തും വെയിലത്തും. ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ, അവന് ഇൻഷുറൻസ് ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ പല കാര്യത്തിലും മെച്ചമാണ്. ഞാൻ മെഡിസിൻ പഠിക്കുമ്പോൾ 1-ാം വർഷം പരിചയപ്പെട്ട വിമൻസ് കോളേജിൽ സ്വന്തമായിട്ട് വീടില്ലാത്ത നിർധനയായൊരു ബ്ലൈൻഡായിട്ടുള്ള ടോട്ടലി ബ്ലൈൻഡായിട്ട് പെൺകുട്ടി. അതിന് കേസ് ബന്ധം വഴി വന്നതാണ്. അതിന് ഹാർട്ടിന് അസുഖമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഡോക്ടർ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു
ഓപ്പറേഷൻ വേണം, ഹാർട്ട് ഓപ്പറേഷൻ 83 84 ശ്രീത്രയിൽ 2 വർഷം വെയിറ്റ് ചെയ്യണം, നിർത്തണ്ട. ഞാൻ അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് MRS മേനോൻ സാറിനെ പോയി പരിചയപ്പെട്ടു. സാറാണ് ഹാർട്ട് ഓപ്പറേഷൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിൽ ആദ്യമായിട്ട് തുടങ്ങി. MRS മേനോൻ ചെറുപ്പത്തിൽ മരിച്ചും പോയി സാറ്. അപ്പോൾ സാറും ലാൽ ആഴ്ചയിലൊരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്. എന്ന് ഞാൻ പറഞ്ഞു സാറേ ദൈന്യം പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന്. 2-3 ആഴ്ചക്കകത്ത് ആ കുട്ടിക്ക് ഓപ്പറേഷൻ ചെയ്തു. 5 പൈസ ആരും വാങ്ങിച്ചില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ 1-2 വർഷം നിന്ന് മരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ സാധിക്കും, അമേരിക്ക എളുപ്പമല്ല. അപ്പോൾ അത് കേരളത്തിൽ സാധിക്കും. ഞാൻ പറഞ്ഞത് നമുക്ക് ഇനി ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ ഒരു നാൾ ഒരു ടെലിവിഷൻ ഒരാൾ പറഞ്ഞിട്ട് സങ്കടം തോന്നി. അയാൾ പറയാണ് ഭാര്യയ്ക്ക് ചെറിയ BP ഉണ്ടായിരുന്നു, ഡോക്ടർ മരുന്നൊക്കെ ഇട്ടിട്ട് നടന്നു തുടങ്ങാൻ പറഞ്ഞു തടി കുറയ്ക്കാൻ. അവൾ ബസ് ഇടിച്ച് മരിച്ചു പോയാൽ. ഡോക്ടർ നടക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവിടെ ചിലപ്പോൾ ജീവിച്ചിരുന്നത്. ഇങ്ങനത്തെ യാഥാർത്ഥ്യമുണ്ട്. ആരോഗ്യം നന്നാക്കാൻ പോകണവൻ കേരളത്തിൽ 4000 പേരാണ് റോഡ് അപകടത്തിൽ മരിക്കുന്നത്. അതിൽ 40% പേര് കാൽനട യാത്രക്കാരാണ്. ഇതോ പരിഹരിക്കണ്ടേ? ഇത് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രം ഇങ്ങനെ ഡിപ്പെൻഡായിട്ട് ഒരുപാട് വിഷയങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിമർശനങ്ങൾക്ക് നമ്മൾ തയ്യാറായിരിക്കണം, വിമർശനം കേൾക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മോൻ തോറ്റ വിഷയത്തിൽ തോറ്റുകൊണ്ടേയിരിക്കും. ഡോക്ടറെ 10 കൊല്ലം ഇന്നത്തെ ഒരു കേരളത്തിൻ്റെ ഒരു ആരോഗ്യ പരിസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശുപത്രികളുടെ സ്ഥിതി എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, 10 കൊല്ലം എന്നത്തെ. കാരണം എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോവുകയും അവിടുന്ന് ഈ പ്രഷറിൻ്റെയും ഇതിനൊക്കെ മരുന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അമ്മ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമാണ് പോകുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും അടിസ്ഥാന ആശ്രയം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥലത്തോട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ. സത്യം. അതിനകത്ത് 10 കൊല്ലം എന്നത്തെ ഒരു സെനാരിയോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതായത് പൊട്ടിപ്പൊളിഞ്ഞ ആശുപത്രികൾ, ഡോക്ടറില്ലാതെ, മരുന്നില്ലാതെ, കാട് പിടിച്ച് കിടക്കുന്ന ആശുപത്രി കോംപ്ലക്സുകളൊക്കെ ആയിരുന്നു നമ്മുടെ മുന്നിലുള്ള ഒരു പിക്ചർ. 10 കൊല്ലം പിന്നെ ഈ ആരോഗ്യരംഗം ഭരിച്ചുകൊണ്ടിരുന്ന UDF സർക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ 10 കൊല്ലത്തിന് ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ നമ്മൾ വലിയ വളരെ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മൾ സാധാരണ ജനങ്ങൾ എല്ലാ ദിവസവും ദിവസം കടന്നു ചെല്ലുന്ന നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററും ജനറൽ ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് വളരെ ഞാൻ പറയുന്ന ഒരു അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് വളരെ മനോഹരമായ ആശുപത്രി കെട്ടിടങ്ങൾ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റും ബ്രെയിൻ സർജറിയും ഒക്കെ ചെയ്യാനുള്ള നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഇത് മിനിഞ്ഞാന്ന് കണ്ടാണ് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കുന്നത്. അത്തരമുള്ള സൗകര്യങ്ങളുള്ളതാണ്. എല്ലാ ആശുപത്രികളിലും മരുന്നായി. എക്സംഷൻസ് ഉണ്ടാവും, എല്ലാ ആശുപത്രികളിലും മരുന്നായി. ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യരംഗം മുഴുവനായിട്ടും ഒരാൾക്കും പെർഫെക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതൊരു വളരെ വലിയ മാറ്റമാണ്. ഈ മാറ്റത്തിനടുത്ത് നമ്മളിപ്പോൾ ഏതൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മുഖം തിരിച്ചെന്ന് ഇത് മുഴുവൻ പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനകത്ത് പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തെയും എനിക്കെതിരെ അഭിപ്രായമുള്ളൂ. അപ്സൈഡ് ഡൗൺ അങ്ങനല്ല, ഇത് ഗ്രാജുവൽ ഗ്രോത്താണ്. ഞാനിപ്പോൾ ഒരു മന്ത്രിക്കൊക്കെ റോളുണ്ട് പൊളിറ്റിക്കൽ ഡിസിഷനിൽ. ഗവർണർ ഭരണകാലത്തൂടെ ആരോഗ്യപ്പോൾ വന്നിട്ടില്ലേ, മന്ത്രിസഭ ഇല്ലാത്തപ്പോൾ. ഇതൊരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ 1-ാം ക്ലാസ് ഒരു കുട്ടിയെ ചേർത്ത് കഴിഞ്ഞാൽ അവൻ 10-ാം ക്ലാസ് എത്തുന്നൊരു സിസ്റ്റമുണ്ട്. 10-ാം ക്ലാസ് ടീച്ചർ പറയും ഞാനുള്ളതുകൊണ്ടാണ് ഒന്ന് പഠിച്ചു എന്ന് പറയുന്ന പോലെ. ഞാൻ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഗ്രാജുവലായിട്ട് വളർച്ച മനുഷ്യൻ്റെ ഗ്രോത്തിൽ തന്നെ 1 വയസ്സും 2 വയസ്സും തമ്മിലുള്ള വ്യത്യാസം ചെറുതായിരിക്കും. ഒരു 14-15 വയസ്സ് ഒരു ഗ്രോത്ത് സ്പേർട്ടുണ്ട്. അതാണ് ആ ലെവലിലേക്ക് ആരോഗ്യ ലെവലിൽ എത്തണമെങ്കിൽ താഴേന്നേ തുടങ്ങിയ പണിയാണ്. ചെറുപ്പത്തിൽ ഭക്ഷണം കൊടുക്കാതെ ഇവിടം വരെ എത്തില്ല. അപ്പോൾ എല്ലാ ഗവൺമെൻറ്റും അതും കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു സിംഗിൾ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് പറയുകയാണെങ്കിൽ അച്ചീവ്മെൻറ്റ് ഗവൺമെൻറ്റാണ്. ഇന്നുള്ള 900-ലധികം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 500 ഒറ്റ മന്ത്രിസഭ തുടങ്ങിയാണ്. ഈ ബെന്നി പറഞ്ഞ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ മെച്ചമാണെങ്കിൽ അത് UDF ഗവൺമെൻറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ എല്ലാ ഗവൺമെൻറ്റും രാജ്യം നന്നാക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അത് ഒരു മന്ത്രിസഭ 10 വർഷം കൊണ്ട് ഡാമേജ് ഉണ്ടാക്കുക, ചില ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പറയാൻ ചെയ്യാം. പക്ഷേ ഇത് ഒരു ഗവൺമെൻറ്റിനും ഒരു പാർട്ടിക്ക് ഇത് മൊത്തത്തിൽ ഏറ്റെടുക്കാൻ പറ്റില്ല. എല്ലാ പാർട്ടികളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന 10 വർഷമായിട്ട് ഇടതു മുന്നണിയെ ഭരിക്കുന്നു. അപ്പോൾ അവർ ഭരിക്കുന്നൊരു കുറ്റം പറയാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. UDF കരുണാകരൻ സാർ ആരോഗ്യ വകുപ്പ് മന്ത്രിയായപ്പോൾ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഒക്കെ പുരുഷോത്തം ആരോഗ്യ സമരം ചെയ്തിട്ടുണ്ട്. ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷയാധിഷ്ഠിതമായിരിക്കണം. മന്ത്രിസഭ SFIക്ക് വരുന്നതൊക്കെ ആയിപ്പോൾ DFIക്ക് വരുന്നതായിപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റാണെങ്കിൽ എല്ലാം ഭദ്രം. മറ്റേ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തൊട്ടേ ബോംബ് വരെ അത് പറ്റില്ല. എനിക്ക് രാഷ്ട്രീയ ബയസ് വരുമായിരിക്കും. പക്ഷേ അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൊളിറ്റീഷ്യനാകുമ്പോൾ അങ്ങനെ വരും. പക്ഷേ ഈ പറയുന്ന വിമർശനങ്ങൾ ഇതേ പ്രശ്നം തുടരുകയാണെങ്കിൽ UDF ഗവൺമെൻറ് ഞാൻ പറയും അങ്ങനെ ആയിരിക്കുകയും വേണം. ഒരു രാജ്യത്തെ നിധി പേയ്മെൻറ്റ് കൊണ്ടുവന്നത് എല്ലാ സാമ്പത്തിക ഇടപാടുകളും അക്കൗണ്ട് ചെയ്യപ്പെടാണ് അല്ലേ? ആണപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോൾ 60-70 വയസ്സുള്ള സ്ത്രീകൾ, അമ്മൂമാർ
പിന്നെ 10 രൂപയ്ക്ക് ഇത് സാധനം വാങ്ങിക്കുമ്പോൾ മക്കളെ ഇതിലോട്ട് ചെയ്ത് ഗൂഗിൾ പേ ചെയ്തേക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ താങ്കൾ ഗൂഗിൾ പേ ചെയ്യും. പക്ഷെ ഇന്ന് വരെ ഞാൻ തമിഴ്നാളെ ഒരു നിയമസഭ അംഗമാകട്ടെ, ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ, അപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, ഞാൻ ഇന്ന് വരെ ഒരു ഡോക്ടർമാർ ഇത് അന്വേഷിച്ച് തന്നെ ഇറങ്ങി ഒരു 7 മാസം മുമ്പ്, ഒരു ഡോക്ടർമാർ പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ ഇടുന്ന ആ പൈസ കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. വലിയ തോതിൽ പൈസ അവിടെ വിനിമയം ചെയ്യപ്പെടുത്താത്ത. അപ്പോൾ ഇങ്ങനൊരു അവസരം എത്തപ്പെടുമ്പോൾ അത് ഡോക്ടർമാർ ഇത് കൃത്യമായും പൈസ അക്കൗണ്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറണം എന്ന് താങ്കൾ ആവശ്യപ്പെടും. ഇതിനകത്ത് 2-3 വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കൈക്കൂലി വാങ്ങിച്ചില്ലാത്ത ഡോക്ടറാണ്. എനിക്ക് ധൈര്യത്തോടെ പറയാം. കൈക്കൂലി അല്ല, എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, ഡോക്ടർ എന്താ വാങ്ങാൻ? ഞാൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ സംബന്ധിച്ച് എനിക്കറിയാം, അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ സർക്കാർ ജോലി ചെയ്യുമ്പോഴത്തെ നിങ്ങൾ നോക്കിയെന്നുള്ള എനിക്ക് ഇതിന് ഫീസ് വേണ്ട എന്ന് പറയാനുള്ളൊരു രീതിയുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ട് സാമ്പത്തികം അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ മെഡിക്കൽ രംഗത്ത് എല്ലാ രംഗത്തെയും പോലെ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ കൂടുതൽ ഈ പൈസ ട്രാൻസാക്ഷൻസ് ട്രാൻസ്പാരൻ്റ് ആകണം. അതിനകത്ത് യാതൊരു സംശയമില്ല. മാത്രമല്ല, സ്വകാര്യ പ്രാക്ടീസ് നിരോധിച്ചിരിക്കുന്ന പ്രതി മെഡിക്കൽ കോളേജുകളുടെ പ്രസ്ഥാനങ്ങളിൽ ഡോക്ടർമാർ പൈസ വാങ്ങുന്നത് തെറ്റാണ്. രോഗിയെ നോക്കരുത് ഞാൻ പറയില്ല. ഇപ്പം മജിസ്ട്രേറ്റ് രാത്രിയാണെങ്കിൽ നമ്മൾ പ്രതിയെ വീട്ടിലല്ലേ കൊണ്ടുപോകുന്നത്. അവിടെ ഡോക്ടർ ഇരിക്കുന്നത്, ഞാൻ അടിയന്തര ചികിത്സകൾ ഒരുപാട് വിമാനത്തിൽ നടത്തുന്ന ആളാണ്. റിസ്ക് എടുത്ത് എനിക്ക് ഇന്ത്യയിലെ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് ഉള്ളൂ. പക്ഷെ അമേരിക്കൻ വിമാനത്തിലാണ് മരിക്കാൻ പോയി എനിക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്നിടം അവിടെ അത് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ഒരാൾ അടുത്ത് ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസർ എനിക്ക് രോഗി കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ധനത്തോടെ താല്പര്യം കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയുകയാണെങ്കിൽ തെറ്റാണ്. അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് തുടർച്ചയാണ് ഇതുപോലത്തെ പൈസയിൽ ട്രാൻസ്പാരൻസി ഇല്ലായ്മയും. അതൊക്കെ മെഡിക്കൽ സമൂഹവും കൂടെ ചേർന്ന് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ്റും മെഡിക്കൽ സമൂഹവും പൊതുജനങ്ങളും കൂടെയൊക്കെ ചേർന്ന് ചെയ്യേണ്ടതാണ്. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ നല്ല ഡോക്ടർമാരുടെ എൻ്റെ ലിസ്റ്റിൽ പെട്ടു. അപ്പോൾ ഒരു ഡോക്ടർ രോഗി എന്നുള്ള വേർതിരിവോട് അല്ലെങ്കിൽ 2 വിഭാഗമായിട്ട് കാണേണ്ടതല്ല. ഈ നാട്ടിൽ എന്താണ് പൂജാരിമാരുടെ മക്കളും പിന്നെ രാഷ്ട്രീയക്കാരുടെ മക്കളും സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളും കൊള്ളക്കാരുടെ മക്കളും മെഡിക്കൽ കോളേജിൽ വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കൊള്ളക്കാരിൽ കൊള്ള ചെയ്യുന്നവരുടെ മക്കൾ മെഡിക്കൽ കോളേജിലെത്തും. ഇവരുടെ പശ്ചാത്തലവും അതായിരിക്കും. അപ്പോൾ അത് മെഡിക്കൽ എഡ്യൂക്കേഷൻ തന്നെ രീതി മാറ്റേണ്ടതാണ്. അമേരിക്കയിൽ മെഡിക്കൽ കോളേജിൽ പോകാൻ ആഗ്രഹമുള്ളവർ പോലെ എൻ്റെ അടുത്ത് ഇപ്പോഴും ഇൻറ്റേൺഷിപ്പിന് വരാറുണ്ട്. അവിടെ പഠിച്ച ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, മലയാള ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അവിടുത്തെ ആദ്യത്തെ 6 മാസത്തെ ഒരു അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ 6 ആഴ്ച പ്രായമുള്ളൊരു പൂച്ചക്കുട്ടി 2 പേർക്കായിട്ട് കൊടുക്കും. 6 മാസമാകുമ്പോൾ പൂച്ചക്കുട്ടി തിരിച്ചു കൊടുക്കണം. അതാണ് പൂച്ച അത്തുപോയ അസൈൻമെൻറ്റ് തോറ്റുപോയി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്കുള്ള കമ്മിറ്റ്മെൻറ്റ് പഠിപ്പിച്ച തുടക്കം ഒരു പൂച്ചയിലൂടെയാണ്. കാരണം ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആപ്റ്റിറ്റ്യൂഡ്, ഞാൻ മെഡിക്കൽ എൻട്രൻസ് ചെയ്ത് വന്ന ഒരാളാണ്, നല്ല റാങ്കും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ അല്ല ഞാൻ നല്ല മനുഷ്യനാണെന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ മാറിയില്ല. ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നവന് ആപ്റ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയുള്ളൊരു മെഡിക്കൽ രംഗത്ത് എന്നാലും പാളിച്ചകളുണ്ടാവും. പക്ഷേ ഇത് തീരെയില്ല. മെമ്മറി പവർ മാത്രമാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് പൈസക്കാരൻ്റെ മക്കൾക്ക് ഇത്ര നല്ല ട്രെയിനിങ് കിട്ടുകയുള്ളൂ. എനിക്ക് പറയുന്നൊരു കുറ്റബോധമില്ല. 1987 ഞാൻ മെഡിക്കൽ എൻട്രൻസ് പോകുമ്പോൾ മൂന്നാമത്തെ എൻട്രൻസാണ്. അന്ന് എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. എനിക്ക് ആ കോച്ചിങ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ തന്നെ എന്നേക്കാൾ മിടുക്കരായിട്ടുള്ള കുട്ടികൾ നാട്ടിൻപുറങ്ങളിൽ പഠിച്ചവർ ഡോക്ടറാകാത്തത് അവരുടെ കഴിവുകൊണ്ടല്ല, എനിക്ക് കിട്ടിയ സാഹചര്യം അവർക്ക് കിട്ടാത്തതുണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ രംഗത്തേക്ക് ആര് വരുന്നത് തീരുമാനിക്കുന്നതിനകത്ത് ഇത്തരം ഒരുപാട് സ്വാധീനങ്ങൾ വേണം. അതിൻ്റെ നമ്മളിപ്പോൾ മോശക്കാർക്ക് ഡോക്ടറാൻ അവസരം കൊടുത്തിട്ട് അവൻ പിടിച്ചു പറിക്കുന്നു എന്ന് പറഞ്ഞതിൽ കാര്യം. പക്ഷേ IMA പോലുള്ള പ്രസ്ഥാനങ്ങൾ ക്ലീൻ ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നു. ഞാനൊക്കെ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. 90-കളിൽ ഞാനൊക്കെ IMAയിൽ വഴക്കുണ്ടാക്കിയിട്ട് സ്കാൻ റേറ്റൊക്കെ തീരുമാനിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്കാൻ കമ്മീഷൻ ഡോക്ടർമാർ കിട്ടുന്നതിന് IMA തീരുമാനം എടുത്തിട്ടുണ്ട്. IMA റേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ശ്രമങ്ങൾ എല്ലായിടത്തും വേണ്ടാണ്. ഡോക്ടർമാർ മാത്രം ചെയ്യേണ്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴക്കൂട്ടം മുതൽ ആഗ്രഹമുണ്ടോ വീട്ടിൽ? മണ്ഡലം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്ന മണ്ഡലം ഏതായാലും അതാണ്. കഴക്കൂട്ടത്തിലെ കഴക്കൂട്ടത്ത് പരാജയപ്പെട്ടൊരാവുന്ന നിലയ്ക്ക് എനിക്ക് കഴക്കൂട്ടം മണ്ഡലത്തോട് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഞാൻ പൂർണ്ണമായിട്ട് അവിടുത്തെ കഴക്കൂട്ടമൊന്നുമില്ല. ഞാനിപ്പോൾ മണ്ഡലം നോക്കിയിട്ട് ഇപ്പോൾ ആൾ ഹാർട്ട് ഒരെണ്ണം വേണമെന്ന് ഡോക്ടർ എന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് കഴക്കൂട്ടമെന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തത് കോട്ടയംകാരനാണ് ഹാർട്ട് എങ്ങനെയായി കൊടുത്തത്. അപ്പോൾ ഡോക്ടർ എന്ന നിലയ്ക്ക് പ്രത്യേക നാട്ടുകാരെ ടാക്സ് കൊണ്ട് സർക്കാർ കോളേജ് പഠിച്ച നിലയ്ക്ക് എനിക്ക് എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം പാർട്ടി പറയുന്നതനുസരിച്ചിരിക്കും. പല കുറി കഴക്കൂട്ടം പട്ടണത്തിലെ പിന്നെ ബൂത്തുകളിൽ കയറി ഇറങ്ങിയ ഒരാളെന്നുള്ളതിലായി. അപ്പോൾ അന്ന് ഞാൻ കേട്ടിരുന്നത് പിന്നെ ഇടതുപക്ഷം ഒന്ന് പിന്നെ ഭയപ്പെട്ടിരുന്നൊരു ഉണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും അണ്ടർ കറണ്ട് അത് കേട്ടിരുന്നു. ഞാനെല്ലാം ആ ഭാഗത്ത് വന്നിരുന്നു. ഇപ്പം ഞാൻ ജനവിധി അംഗീകരിക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ ആരാ ജയിച്ചത് അതാണ് ജനങ്ങളുടെ തീരുമാനം. അതിനകത്ത് പിന്നെ ഈ
കൂട്ടിക്കിറക്കലും നമ്മൾ കണക്കൂട്ടി വരുമ്പോൾ പലരും എനിക്കറിയാം. ഒന്ന് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയുടെ വേണ്ടി പ്രസംഗത്തിൽ ക്ലിപ്പുകൾ എന്നെ കേൾപ്പിച്ചു. പറഞ്ഞ് ഡോക്ടർ നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്കയാളുടെ എതിർപ്പില്ല, പക്ഷെ അദ്ദേഹത്തിന് വോട്ട് കഴിഞ്ഞാൽ BJP ഇവിടെ ജയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് സ്വാധീനിച്ചു. ന്യൂനപക്ഷങ്ങൾ കൂടുതൽ എപ്പോഴും കോൺഗ്രസ്സിന് കൂടുതൽ കിട്ടുന്നത് പോലും അതുപോലെ കിട്ടില്ല, അങ്ങനത്തെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള എതിർ പ്രചരണങ്ങൾ വരും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ സെക്കുലറായിട്ട് ആളാണ്, എൻ്റെ മക്കളെ പോലും മതം പഠിപ്പിച്ചിട്ട്, പക്ഷേ എൻ്റെ അച്ഛനമ്മ 2 ജാതിയാണെന്നൊരു ഒരു വാട്സാപ്പ് മെസ്സേജ് അയക്കും. എനിക്ക് പറയാൻ പറ്റുമോ അല്ല രണ്ടുപേരും ഒരു ജാതിയാണ്? നമ്മൾ വീട്ടിലായിക്കളെ ഇത് ഉത്തരം പറയാൻ ഇപ്പോൾ ഇപ്പോഴും ഭാര്യ തല്ലാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുമോ? ആണെന്നോ അല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടുപേരും അറിയപ്പെടുന്ന കുടുംബങ്ങൾ എന്നുള്ളതാണ്, പക്ഷേ എനിക്ക് പറയാൻ പറ്റും ഇന്ന ജാതിയെ രണ്ടുപേരും ഒരാളെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ വോട്ടൊക്കെ മാറും. അപ്പോൾ ഇത്തരം ചില കെണികളിൽ നമ്മൾ പെട്ടുപോകും. പിന്നെ വേറെ വാട്സാപ്പ് മെസ്സേജ് എനിക്കിപ്പോൾ ഉണ്ട്. ഡോക്ടർ ലാലിൻ്റെ അച്ഛനമ്മയും വേറെ പേരും ജീവിക്കുകയാണ്. അച്ഛൻ മരിച്ചിട്ട് 7 വർഷമായിരുന്നു. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനീ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പല്ല് വീഗോ ഇങ്ങനെന്തോ ഇതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയം എനിക്ക് അത്ര വശമില്ല. ഞാൻ കോളേജ് ഇലക്ഷനൊക്കെ ജയിക്കുമെങ്കിലും ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പിന്നെ 16 ദിവസമേ കിട്ടിയുള്ളൂ. ഡിക്ലെയർ ചെയ്ത് 16 ദിവസം ഇലക്ഷനാണ്. എന്നെ അറിയാത്തൊരു തലമുറ ഉണ്ടായിരുന്നു. പഴയ പൾസ് TV പരിപാടിയൊക്കെ കണ്ടിരുന്നൊരു തലമുറയ്ക്ക് എന്നെ അറിയാം. പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉള്ള ചെറുപ്പക്കാർക്കറിയാം, അറിയാത്ത ഒരുപാട് പേര്. പിന്നെ എനിക്കൊരു പ്രചാരണം ഉണ്ടായി, ആരോ കൊണ്ട് പോസ്റ്റ് ഒട്ടിച്ചു, ഞാൻ പേയ്മെൻറ്റ് സീറ്റാണ്, അമേരിക്കയിലെ പൈസ കൊണ്ടൊന്ന് പാർട്ടിക്ക് പോകുന്നതാണ്. ഒരു ചായ പോലും ഞാൻ ആർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുമില്ല, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അത് ഒരുപാട് പേര് വിശ്വസിച്ചു. അടുത്ത കാലത്തൊരു CPMൻ്റെ ഒരു സർവീസ് സെക്രട്ടറി നേതാവ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങളെപ്പറ്റി പിന്നീടാണ് അറിയുന്നത്, ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തു പോകാൻ, പക്ഷേ നിങ്ങളെപ്പറ്റി അപ്പോൾ അവിടെ വേറെ സ്ഥാനാർത്ഥി പോലെ ഡോക്ടർ കൊണ്ട് വന്നിട്ടുണ്ട്, പൈസ കൊടുത്ത സീറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ പറയുന്നത് ജനങ്ങളുടെ തീരുമാനം എപ്പോഴും ശരിയാണ്. അന്നത്തെ സാഹചര്യത്തിൽ അവരുടെ തീരുമാനം ശരിയാണ്. നമ്മൾ ഇന്നാരാണെന്ന് പറയാമെന്നല്ലാതെ ഇപ്പം നമ്മളൊരു ലവ് അഫെയർ പോലെ നമുക്കൊരു ആൾക്ക് പ്രപ്പോസ് ചെയ്യാം, ഈ എന്നത്തെ തിരിച്ച് പ്രേമിക്കണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, അവരെ മുമ്പ് പറയാനോ അവസരമില്ല. ഡോക്ടർ പറഞ്ഞ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ഐഡിയോളജിയും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പം അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ പറ്റി ഇപ്പോൾ സംസാരിച്ചു. അപ്പം ഡോക്ടറിനെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളും ഞങ്ങൾ ആൾക്കാരെല്ലാവരും കാണുന്നത് ഡോക്ടർ ഒരു പ്രൊഫഷണലാണ്. ഒരു ആരോഗ്യ വിദഗ്ധനാണ്, പൊതുജനാരോഗ്യ വിദഗ്ധനാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു രംഗത്ത് നിൽക്കുന്നതിൽ ഏറ്റവും അധികം ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. ഡോക്ടറുടെ MP ആണെന്ന് എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ PhD ആണ്, ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അപ്പം ഈ ഇത്രയും ഐഡിയോളജി ഉള്ള ഒരാൾ ഒരു സപ്പോസ് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ കേരളത്തിലെ സർവീസ് സംഘടനകളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഘടനയാണ് ഡോക്ടർമാരുടെ സംഘടന. ഇപ്പം നമ്മൾ ഈ കറപ്ഷൻ ഡോക്ടർമാരുടെ സംഘടനകളിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും അല്ല, പക്ഷേ വന്നിട്ട് അതിനകത്ത് പുഴുക്കുത്തുകളുണ്ട് എന്നുള്ളവർ അംഗീകരിക്കുന്നത്. ഇപ്പം ഡോക്ടർ പ്രായോഗികമായിട്ട് ഇതിനെ ഈ കറപ്ഷനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സർവീസ് സംഘടനകളുടെ എതിർപ്പും കാര്യങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ഉറപ്പ്, ഒരു ധൈര്യമാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അടിസ്ഥാനമായിട്ട് ഒരു സാങ്കല്പിക ചോദ്യമാണ്. അപ്പോൾ ആ സാങ്കല്പികമായിട്ട് തന്നെയാണ് എൻ്റെ പൊസിഷൻസ് പറയുന്നത്. അങ്ങനെ ആകുകയാണോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ ഈ എപ്പോഴും ഫൈറ്റ് വേണ്ടത് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെയാണ്. ഞാൻ എൻ്റെ ഡോക്ടറായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഫൈറ്റ് എന്ന് പറഞ്ഞുകൂടെ, നമ്മൾ തർക്കങ്ങളുണ്ടാക്കി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ തന്നെയാണ്. ഞാൻ AIM സെക്രട്ടറി, യങ്ങസ്റ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാം. അതുകൊണ്ട് ആലോചിച്ച് നോക്കണം, സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ ആദ്യം ഞാൻ പറയുമ്പോൾ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ ഡോക്ടർമാരുണ്ട്. കാരണം അത് അവരുടെ കുറ്റമല്ല, അവർ കമ്പനി നടത്തുന്നവരാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ വാങ്ങുന്നതിലൊരു പകുതി കമ്മീഷനായിട്ട് വേറെ ആൾക്ക് പോകാൻ തുടങ്ങി, പ്രൊഫഷണൽ കേട്ടാ. ഈ IMA സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയോട് തീരുമാനം എടുപ്പിച്ചു. IMA റേറ്റ് എന്ന് പറഞ്ഞ് കുറഞ്ഞ റേറ്റിൽ ബോർഡ് വെച്ചിട്ട് ആ പൈസ രോഗിയുടെ ആവശ്യത്തിന് മാത്രമുള്ള പൈസ, അങ്ങനത്തെ നിലപാടുകൾ എടുക്കാൻ എനിക്ക് 30 കൊല്ലം വരെ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എടുക്കുന്ന നിലപാടുകളാണ്, പക്ഷേ ഞാൻ കമ്മീഷൻ വാങ്ങുന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് നിലപാടെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നീ ആരാണെന്നുള്ളതാണ്. അപ്പോൾ അത് പരിഹരിക്കാമെങ്കിൽ എന്നെപ്പോൾ ഒരുപാട് പേരുണ്ട് അഴിമതിയിൽ പെടാത്തവർ, അല്ലെങ്കിൽ കൈക്കൂലി ആഗ്രഹിക്കുക, അങ്ങനെ ഒരാൾക്കുടെ നിലപാടെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം ഞാനല്ല, എന്നേക്കാൾ 100 ഇരട്ടി പ്രഗത്ഭനായ ഒരാൾ വന്നാൽ പോലും ആരോഗ്യരംഗത്തെ പ്രശ്നം ഒറ്റയടി പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ പോകുന്ന കറക്റ്റ് ഡയറക്ഷനിലേക്ക്. നമ്മൾ തിരുവനന്തപുരം കൊല്ലത്തേക്ക് പോകണമെങ്കിൽ നല്ല വണ്ടി നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ കന്യാകുമാരി ഡയറക്ഷനിൽ പോയി വൈകിരത്തില്ല, ഭൂമി ഇരുണ്ടതാ പറയാമെങ്കിലും കടലിൽ വീണു പോകും. അപ്പോൾ ഡയറക്ഷൻ കറക്റ്റായിരിക്കും, അവിടെ നമ്മൾ ഇടപെടുക. കൊല്ലത്തേക്കുള്ള ഡയറക്ഷനിൽ പോകണം. അത് ഏത് മന്ത്രിയായാലും ഏത് ആരോഗ്യമന്ത്രിയായാലും, അതാണ് എൻ്റെ ഒരു അപ്രോച്ച്. ഡോക്ടർ, ഞാൻ പല സുഹൃത്തുക്കളും ഡോക്ടർമാരായിരുന്ന പല സുഹൃത്തുക്കളുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പ്രണയലേഖനം എഴുതുമ്പോൾ ഇന്നതില്ല, പണ്ട് എഴുതുമ്പോൾ വളരെ വടിവത്ത ഭാഷയിൽ എഴുതുക.
ഡോക്ടർ ആയി കഴിഞ്ഞാൽ പിന്നത്തെ ആ എഴുത്തത് മാറി. രോഗിക്ക് കൂടി മനസ്സിലാകുന്ന അപ്പോൾ അതൊരു തരം അഹങ്കാരമല്ലേ. അത് രോഗിക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ വേണ്ട. ഇപ്പോഴും മലയാളത്തിൽ കുറിപ്പ് എഴുതുന്ന വളരെ സീനിയർ പ്രിൻസിപ്പൽമാർ നാട്ടിലുണ്ട്. ശരിയാണ്, ഈ പരിശീലനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കുറിപ്പടി ഞാൻ കേരളത്തിൽ പ്രാക്ടീസ് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതും. മലയാളത്തിൽ എന്നാൽ മെഡിസിൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതും, കാരണം അങ്ങനെയാണ്. അപ്പോൾ അത് പിന്നെ പ്രശ്നം എന്താ, എനിക്ക് തോന്നുന്നത് എനിക്ക് കൃത്യമായ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പോലും ഈ മെഡിക്കൽ കോളേജിൽ പണ്ടത്തെ കാലത്ത് ഈ നോട്ട് എഴുത്താണ്. ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കും സൂപ്പർ ഫാസ്റ്റായിട്ട് നോട്ട്സ് എഴുതണം, അവനവൻ നോട്ട്സേ പഠിക്കാനും പറ്റുള്ളൂ, ബുക്സൊക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഈ എഴുതി കഴിയുമ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കാലിഗ്രാഫി പോലും ഒക്കെ ചെയ്യാൻ വരുന്ന ഒരാൾ മെഡിസിൻ പഠനമൊക്കെ ആയപ്പോൾ എൻ്റെ എഴുത്ത് വായിക്കാൻ പറ്റുമെന്ന് സംശയം വന്നു. പിന്നൊരു പ്രശ്നം എന്നറിയാം, നമ്മൾ എഴുതി കൊടുക്കുന്ന പലത് ഇപ്പോൾ കോൾഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അമേരിക്ക കാണിച്ചാൽ അല്ലെ അറിയാത്ത കാർഡ് കഴിയുമ്പോൾ കോൾഗേറ്റ് എന്താണെന്ന് മനസ്സിലാവില്ല, അത് ട്രേഡ് നെയിമാണ്. അപ്പം നമ്മളിപ്പോൾ മാറിയിട്ടുണ്ട്, നമ്മൾ ജനറിക് നെയിം എഴുതണമെന്നില്ല, നമ്മൾ എഴുതുന്നതെല്ലാം ട്രേഡ് നെയിംസ് ആയിരുന്നു. പിന്നെ ജനറിക് നെയിംസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആ ജനറിക് നെയിംസ് എഴുതുമ്പോഴും ഇതും സാധാരണക്കാരന് അജ്ഞാതമാണ്. ഞാൻ പറയും മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിരുന്ന ഈ പേരുകളാണ്, എല്ലാം പുതിയ പേരുകളാണ്. നമുക്ക് തന്നെ ഇത് ഓർത്തിരിക്കാൻ പാടാണ്, ഓർത്തിരുന്നാലും പാസ്സാകെ കിട്ടും. അപ്പോൾ സാധാരണക്കാരൻ എടുക്കുമ്പോഴത്തേക്ക് ക്ലോറാംഫെനിക്കോൾ എന്ന് എഴുതി അവന് ഇതെന്താണ്, അപ്പോൾ അമ്മയായിരിക്കും ഇത് ഡോക്ടർക്ക് അറിയാത്തതാണെന്ന് ഇരിക്കും. നമുക്ക് വായിച്ചിട്ട് അല്ലെങ്കിൽ അത് ക്ലോറോഫെനിക്കോൾ അല്ലെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ എഴുതുക, എന്തെങ്കിലും സാധനം എഴുതുക. അപ്പോൾ ഇത് ഫാർമസി ഇത് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഇയാൾ കൈപ്പടയുടെ പ്രശ്നം ഉള്ളപ്പോൾ പോലും. ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ, മോശം എഴുതാനായിട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടും തെറ്റിദ്ധരിക്കുക, ഞാൻ വായിച്ചിട്ട് മനസ്സിലായാലും മറ്റൊരു മനസ്സിലായെന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വാക്കറിയാത്തതിൻ്റെ പ്രശ്നം അവിടെ എല്ലാം കൂടി ചേർന്ന്. പക്ഷേ ഡോക്ടർമാർ ഒരുപാട് ഒരു കമ്പ്യൂട്ടറിലേക്കൊക്കെ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഹെൽത്തിൽ അതാണ് ഞാൻ പറഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യ വകുപ്പുകളുള്ളതും ആരോഗ്യമുള്ളതും ഡോക്ടർമാരിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പീപ്പിൾ സെൻട്രിക്കാണ്, പേഷ്യൻ സെൻട്രിക്കാണ്. ഇതെല്ലാം ജനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ജനത്തിന് ഉപയോഗപ്പെടുന്നു എന്നുള്ള ആലോചിച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് എഴുതാൻ തോന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.